ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും നമ്മൾ പഠിക്കാനായിട്ട് എടുക്കുന്ന വചനം ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. ജ്ഞാനം 9:10. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ജ്ഞാനം 9:10. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങള്, പശു, ആട് തുടങ്ങിയ മൃഗങ്ങളെ നമ്മൾ കഴുത്തിൽ കയറിട്ട് പുറത്തിറക്കി നമ്മളൊരു കുറ്റിയിൽ കെട്ടും. ആ കയറിന്റെ നീളത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നാണ് ഈ മൃഗങ്ങള് തീറ്റ തേടേണ്ടത്, പുല്ല് തിന്നേണ്ടത്. അതിനപ്പുറത്തേക്ക് പുല്ലുണ്ടെങ്കിലും പോകാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ആ കെട്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് പുല്ല് തിന്നണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുറ്റി പറിച്ച് കയറ് പൊട്ടിച്ച് ഈ മൃഗങ്ങള് അതിര് കടന്നു പോകും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മളെ വിട്ടപ്പോൾ നമ്മളെയും ദൈവം ഒരു പരിധിയിൽ നിൽക്കാനായിട്ട് ചില നിയമങ്ങള്, ദൈവകൽപ്പനകളുടെ നിയമങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിര് വിട്ട് പരിധി വിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവകൽപ്പനകളുടെ ലംഘനങ്ങളും ദൈവഹിതത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികളുമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജ്ഞാനം, തിരുവചനം പറയുകയാണ്, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അതായത് ഒരു മനുഷ്യൻ നമ്മളുടെ ആ ഹിതത്തെ ദൈവത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തെ സ്വീകരിച്ച് ദൈവിക വെളിപ്പെടുത്തലുകൾക്കനുസരിച്ച് ദൈവിക ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിധിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആ പരിധിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മുടേതായ സ്വാർത്ഥതകൾക്ക് വേണ്ടി, ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ആഘോഷങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി അതിര് കടന്നുള്ള ആ ആവേശത്തോടെയുള്ള നീക്കം പലപ്പോഴും നമ്മളെ തകർച്ചയിലേക്കും അപകടത്തിലേക്കും എത്തിക്കും. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വെളിപ്പെടുത്തപ്പെടുന്ന ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ആ അഭിഷേകത്തിന് വേണ്ടിയും കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.